കൂട്ടുകാരെ, കളിച്ചിരി കാര്യം കുട്ടികൾക്ക്, കഥയും കവിതയും കുട്ടികൾക്ക്. നമ്മൾ ഈ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പുതിയ ആകാശവും പുതിയ പ്രപഞ്ചവും നാം അന്വേഷിക്കേണ്ടതുണ്ട്. ഇതൊരു മഴക്കാലമാണ്. നല്ല മഴ, പെരുമഴ. മഴ 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 പെയ്യുന്നു, മലയാളക്കര നിറയുന്നു. ചന്നം പിന്നം മഴ പെയ്തു, ചറപറ ചറപറ മഴ പെയ്തു. മഴ 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 പെയ്തു, മലയാളക്കര നിറയുന്നു. മഴ പ്രകൃതിക്ഷോഭം പോലെ പ്രളയമൊക്കെ ആയിട്ട് കുറച്ച് കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം പരിഹരിക്കാനുള്ള ശാസ്ത്രത്തിന്റെ സഹായത്താലുള്ള പ്രവർത്തനങ്ങൾ നാം നടത്തുകയാണ്. ഞാനൊരു കൊച്ചു കഥ പറയട്ടെ. ബൃന്ദക്കുട്ടി, അവൾ കേരളത്തിലെ കുട്ടിയാണ്. അവൾ നീലാകാശം കണ്ടു, മേഘങ്ങളെ കണ്ടു, നക്ഷത്രങ്ങളെ കണ്ടു. പ്രപഞ്ചത്തിലേക്ക് കുതിക്കുവാനുള്ള വെമ്പലിലാണ് അവൾ. അവൾക്കാകെ ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്കൊരു ISRO ഉണ്ട്. ISROവിന്റെ പ്രവർത്തനങ്ങൾ, ഗവേഷണങ്ങൾ, സന്ദേശങ്ങൾ ഒക്കെ അവൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കേരളത്തിലെ മറ്റൊരു കുട്ടിയാണ് സഞ്ജയ്. അവൻ ഫ്ലോറിഡയിലാണ്. ഫ്ലോറിഡയിലെ ബഹിരാകാശ കേന്ദ്രം നിങ്ങൾക്കറിയാലോ, നാസ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം. അവനവിടെ സ്വതന്ത്രനായി പോവാം, കൂട്ടുകാരോടൊത്ത് പോവാം. നാളത്തെ ഗവേഷകനാകാം, നാളത്തെ ബഹിരാകാശ യാത്രികനും ആവാം. നിങ്ങൾ ഫ്ലോറിഡ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫ്ലോറിഡയിലെ അവിടെ അടുത്തുള്ള ഡിസ്നിലാൻഡും കുട്ടിക്കൂട്ടുകാരെ ഏറ്റവും ആകർഷിക്കുന്നു. എന്തായാലും ശരി, നമ്മുടെ കേരളത്തിൽ വായനാ വസന്തം നാൾ വഴികൾ നിങ്ങൾക്കറിയാലോ. PN പണിക്കരും IV ദാസ് മാഷും ഒക്കെ ഗ്രന്ഥശാല കൗൺസിലും ഒക്കെ നടത്തുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ. വിദ്യാലയങ്ങളിലെ വായനാ ദിവസങ്ങൾ, വിദ്യാലയങ്ങളിലെ വായനാ വാരങ്ങൾ, വായനാ മാസങ്ങൾ, വായനാ വർഷം. പക്ഷെ നമ്മുടെ വായന ഒരു വർഷം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നമ്മളുടെ വായന നമ്മളെ ക്ലാസ്സിലും വീട്ടിലുമൊക്കെ തന്നെ വലുതാക്കാൻ സഹായിക്കുന്നു. അപ്പം അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ക്ലാസ് മുറിയിൽ ഒരു കൊച്ചു ലൈബ്രറി വേണം. നമ്മുടെ വീട്ടിൽ ഒരു ലൈബ്രറി വേണം. നമുക്കിഷ്ടപ്പെട്ട പുസ്തകം നമ്മൾ തന്നെ വാങ്ങിയെടുക്കണം. അപ്പോൾ ചേട്ടനും ചേച്ചിയും അച്ഛനും അമ്മയും അമ്മൂമ്മയും അച്ചാച്ചനും ഒക്കെ കൂടി സന്തോഷത്തോടെ നീങ്ങാം. നോക്കൂ, എന്തൊരു ചന്തം പൂന്തോട്ടം, ചേട്ടൻ നട്ടൊരു പൂന്തോട്ടം, ചേച്ചി നനയ്ക്കും പൂന്തോട്ടം, എത്ര മനോഹരമൊയ്ത്തോട്ടം. നോക്കൂ, സൂര്യൻ, അമ്പിളിമാമൻ, നക്ഷത്രങ്ങൾ, പ്രപഞ്ചം, പ്രപഞ്ചാത്ഭുതങ്ങൾ. കൂട്ടുകാരെ, ഈ പ്രപഞ്ചാത്ഭുതങ്ങൾ പഠിച്ച് പ്രപഞ്ചങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങാം. പുതിയ ആകാശം, പുതിയ ഭൂമി. സ്കൂള് തുറന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹവും സന്തോഷവും സമാധാനവുമുള്ള ഒരു ലോകമാണ് നമുക്കാവശ്യം. പക്ഷേ നിർഭാഗ്യവശാൽ യുദ്ധഭീഷണി വന്നിരിക്കുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധം. അത്തരം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്കയിലെയൊക്കെ തന്നെ ഭരണാധികാരികൾ ഇത് നമ്മെ വേദനിപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുറക്കെ പറയേണ്ടിയിരിക്കുന്നു.
ഇനിയൊരു യുദ്ധം വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ട. നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടത് സ്നേഹം. നമുക്ക് വേണം സമാധാനം. പുതിയ ആകാശം, പുതിയ പ്രപഞ്ചം നമുക്ക് സ്വപ്നം കാണാം. അതിനായി ഒത്തുപിടിച്ചോളിൻ, ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരയെല്ലാം നോക്കി കണ്ടു പറന്നോളിൻ, കണ്ടു നടന്നോളിൻ. നമുക്ക് ഒന്നായി മുന്നേറാം. നമസ്കാരം. കഥയും കവിതയും കുട്ടികൾക്ക്